സോ ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞ ഒരു സൺഡേ അല്ലേ, അന്ന് നമുക്കൊരു ഗെയിം ചേഞ്ച് വേണ്ട ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നതെന്ന് കാർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ കിടിലൻ ഗ്രാഫിക്സ് ആയിട്ടുള്ള സെയിലിംഗ് കാർ ഗെയിമാണ്. ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമ്മൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇച്ചിരി ഫേമസ് ആണ് ഈ ഗെയിം. നിങ്ങൾക്ക് ഈ ഗെയിം ഇതിനു മുമ്പേ കളിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ താഴെ എന്ന് പറഞ്ഞേരെ, എന്തെങ്കിലും ഓട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ന്യൂ ഗെയിമാണ്. അപ്പോൾ നമ്മൾ ന്യൂ ഗെയിമിലോട്ടേക്ക് പോവാണ്. ഗൈസിൻ്റെ ഗ്രാഫിക്സ് മോനെ കിട്ടിയില്ല കേട്ടോ. ഹൈ ഗ്രാഫിക്സിലൊന്നും അല്ല ഇട്ടേക്കണേ. ഹൈ ഗ്രാഫിക്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ മോനെ ഗെയിം തിളങ്ങും, അമ്മാതിരി ഇതായിരിക്കും. ഇപ്പോൾ ഹൈ ഗ്രാഫിക്സിലൊന്നും ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ ഗസ്റ്റ് പ്ലെയറോ ഗസ്റ്റ് പ്ലെയറിനെ അതുകൊണ്ടൊക്കെ ഒന്നിക്കുക എന്തെങ്കിലോട്ടെ. നമുക്ക് ഇതൊക്കെ വേസ്റ്റൊക്കെ എടുത്ത് തീർക്കാം. ഓക്കെ ഓക്കെ ഗൈസ്, ഇവിടെ ഫ്യൂല് കിടപ്പുണ്ട്, അതൊക്കെ നമ്മളെടുത്ത് മാറ്റാം. എന്നിട്ട് ഇതൊക്കെ നമ്മളെടുത്ത് മാറ്റുവാണ്. ഓക്കെ, ഇതും എടുത്ത് മാറ്റാം. ഓക്കെ ഗൈസ്, അവസാനം ഇതും എടുത്ത് മാറ്റി. അവസാനം നമ്മുടെ ഇതും 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 എടുത്ത് മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, എന്നിട്ട് നമ്മളത് ത്രോ ഗൈസ് എല്ലാം നമ്മളങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കട ഓപ്പൺ ചെയ്യാനുള്ള സമയമായി. ഇവിടെ ഓപ്പൺ അവിടെ ഇല്ല ഗൈസ്. ഒരു വിസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തെങ്കിലും ഓട്ടെ, നമുക്ക് ഓപ്പൺ ആക്കാം. ഓപ്പൺ ഓഫീസ്. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ ഓഫീസ് തുടങ്ങുവാണ്. നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട്, നമുക്കിത് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. കാറ് സെല്ല് ചെയ്യാൻ, കാർ ഫോർ സെല്ല്. ഓക്കെ ഗൈസ്, നമ്മുടെ കയ്യിൽ ഒരു കാറും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഒരു 5000 രൂപ ഉണ്ട്. അപ്പോൾ ഈ 5000 രൂപ ഇപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി പോയി വാങ്ങിക്കാനാണ് പറയണത് കാര്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് നൈസിന് പോവാം ഗൈസ്, ഒരു വണ്ടി വാങ്ങിക്കാൻ. ഗൈസ്, എനിക്കിപ്പോഴാണ് മനസ്സിലായത് നമുക്ക് ഈ ഷോറൂമിന് പേരൊക്കെ മാറ്റണം, പേരും കളറൊക്കെ മാറ്റണം എന്ന് തോന്നുന്നു. അല്ല ഗൈസ്, ഇതല്ല, ഇതാന്ന് തോന്നുന്നു. യെസ് ഗൈസ്, ഓഫീസ്. ഗൈസ്, ഏത് കളർ കൊടുക്കൂടി? ഈ കളർ മതി. ഇതിന് നെയിം വേണം. എവിടെ നെയിം? ഗൈസ്, നെയിം കൊടുക്കാനുള്ളില്ലേ? ഗൈസ്, അപ്പോൾ നമുക്കിന്ന് നെയിം കൊടുക്കാൻ കിട്ടിയില്ല. എന്തെങ്കിലോട്ടെ, ഇനി നമുക്ക് പുറത്തോട്ടേക്ക് പോകാമെന്നാണ് തോന്നുന്നത് ഗൈസ്. ഗൈസ്, നമുക്ക് പുറത്തോട്ടേക്കും കാര്യങ്ങൾ പോവാം. അപ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് പേരിട്ടേക്കണം. നമുക്ക് പുതിയൊരു ഷോറൂം വാങ്ങിക്കുമ്പോൾ നമുക്കിടാം. അത് ഇവിടെ ഒരു പിച്ചക്കാരൻ ഇരിപ്പുണ്ട്, പാവല ഗൈസ്. അതിൻ്റെ പേരിനൊന്നും ഹോംലെസ് അല്ല ഗൈസ്, അവന് വീടില്ല എന്നാണ് പറയണത്. ഞാൻ വിചാരിച്ച അവൻ്റെ പേരാണ്. നമുക്ക് തൽക്കാലം ഇപ്പോൾ ഈ ഏരിയയിലോട്ടേക്ക് നൈസങ്ങ് വിടാം, സെക്കൻഡ് ചാൻസ് ഏരിയയിലോട്ടേക്ക്. എന്നിട്ട് നമുക്ക് കാറും കയ്യിലും വാങ്ങിക്കാം. അമ്പടോ, ഇതേത് കിടക്കാച്ച വണ്ടിയാണ്. സ്പേസ് ഭയങ്കര ചെറുതാണ്. മാരുതി സുസുക്കിയുടെ ഒരു വണ്ടീൻ്റെ ഫീൽ കിട്ടും. ആദ്യം നമുക്കൊരു പാട്ട വണ്ടി വാങ്ങിക്കണം. ഏകദേശം ഇതേപോലെ എന്നോട് ചോദിച്ചു നോക്കുക ഇതിന് എത്ര വില എന്ന്. എല്ലാം കൂടി 8000 രൂപയോ എന്തെങ്കിലും ആട്ടെ, നമുക്ക് തൽക്കാലം വാങ്ങിച്ചേക്കാം ഗൈസ്. 8000 രൂപയ്ക്ക് നമ്മൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിത് സർവീസിനുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി നമുക്ക് ഒരു വണ്ടിയും കൂടി വാങ്ങിക്കണം ഗൈസ്. എന്നിട്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ഓഫറാക്കണമെങ്കിൽ ഗൈസ് ദേ ഒരു കിടക്കച്ച് BM കിടക്കണം ഗൈസ്. വണ്ടി ചളുങ്ങിയതൊക്കെയാണെന്നുള്ളൂ. എത്ര രൂപയും എൻ്റെ കർത്താവേ ഗൈസ്, അതിൻ്റെ പൈസ കിട്ടാൻ നമ്മൾ പേടിച്ചു കൂട്ടോ ഗൈസ്. പരസ്യം തേയിലോട്ടേക്ക്. അപ്പോൾ നമുക്ക് ഈ BM എന്തായാലും വാങ്ങിക്കാൻ പറ്റൂല, അതിന് സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട.
എൻ്റെ 10,000 മാസത്തെ സാലറി കൂട്ടി വെച്ചാൽ പോലും ഇതിന് മാത്രം പൈസ കിട്ടില്ല. ഗൈസ് ഈ കാർ ആവശ്യത്തിന് കിടുക്കാച്ചിയാണ്. നമുക്ക് ഇതിൻ്റെ ഒന്ന് വില ചോദിച്ചു നോക്കാം. 5,000 രൂപ ഗൈസ്. നമുക്ക് നൈസിന് ഇതും ഒന്ന് വാങ്ങിച്ചേക്കാം. ഓക്കെ, ഇനിയും നമുക്ക് ഇത് യുഗേഷ് ഇത് നമുക്ക് എടുക്കാനേ പറ്റുള്ളൂ അല്ലേ? സർവീസിന് കൊടുക്കാൻ പറ്റൂല. ഇല്ലാട്ടെ, നമുക്ക് നമ്മുടെ കാറിൽ കയറാം. കൂടെ പോ യുഗേഷ്. നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മുടെ അവിടം വരെ എന്തായാലും ഓടിച്ചു പോകണം വണ്ടി. ഇറ്റ പൊന്നു ഗൈസ്, വണ്ടി പറക്കുവാണ്. ആവശ്യത്തിന് നല്ല വിലയിൽ വിൽക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ ഗൈസ്. അതായത് 500 മീറ്റർ പോകണം. ഇനി ഫ്യൂലും പെട്രോളൊക്കെ ഉണ്ടല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരുടെ കൊണ്ട് ഇടിക്കാൻ പറഞ്ഞേ? തൽക്കാലം നമുക്ക് റോങ് വേ വെക്കാൻ വേണ്ടി. പിന്നെ ശരിക്കുള്ള ലൈഫിലൊന്നും ഇങ്ങനെ ചെയ്യില്ല കേട്ടോ. പോലീസ് എങ്ങാനും പിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് മൈ പ്രോബ്ലം. ഓക്കെ, നമ്മൾ എത്താറായി. നമ്മൾ എത്തിയെന്ന് തോന്നുന്നു. അയ്യോ ഡ്രിഫ്റ്റ് ചെയ്ത് നമ്മുടെ വണ്ടി. ആവശ്യത്തിന് വണ്ടി റിപ്പയർഡ് ആണ്. നമുക്ക് അങ്ങോട്ടേക്ക് വരെ കൊണ്ടുപോകണം. ഇതാണ് നമ്മുടെ കട. ഓക്കെ ഓക്കെ ഓക്കെ, ഇതാണ് നമ്മുടെ കട. ഇത് കാർ ഡാമേജ്. കുഴപ്പമില്ല, ഇടിച്ച് നിർത്തിക്കോ വണ്ടി. അത് നമുക്ക് നമ്മൾ മുമ്പേ ഉണ്ടായ വണ്ടിയുടെ പ്രശ്നമൊക്കെ ഒന്ന് പറഞ്ഞ് നന്നാക്കിപ്പിച്ചിട്ട് വരാം. നമുക്കാകെ 1000 രൂപ ഉള്ളൂ, അത് നിങ്ങൾ ഓർക്കണം. ഇത് ഗൈസ് ഏകദേശം ഇത് നന്നാക്കണം. നന്നാക്കിയിട്ട് വേണം ഇതൊരു 10,000 20,000 രൂപയ്ക്ക് വിൽക്കാൻ. അവിടെ ആവട്ടെ ഗൈസ്. നമുക്കിപ്പോൾ അടുത്ത വണ്ടി വിൽക്കണമല്ലോ. അടുത്ത വണ്ടി സെയിൽ ചെയ്യാനുള്ളത് നോക്കാം ഗൈസ്. അല്ല പിന്നെ ഈ വണ്ടി വലുതായിട്ട് റിപ്പയർ ഒന്നും ചെയ്യണ്ട. ഈ വണ്ടി ആവശ്യത്തിന് തന്നെ പൊളിയാണ് ഗൈസ്. സ്പോയിലൊക്കെ നോക്കിയാലേ അറിയാം ഈ വണ്ടി ആവശ്യത്തിന് പൊളിയാണ്. ഓക്കെ മുട്ടല്ലേ. ഓക്കെ ഗൈസ്, നമ്മൾ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇനി ഇറങ്ങാം. അവിടെ റിപ്പയർ ആയി കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ്, അവനവിടെ നോക്കിയാലേ കാണാം. അവനവിടെ നിന്ന് റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ വണ്ടി സെയിൽ ചെയ്യാനുള്ള പൈസ നോക്കാം. കാർ ഫോർ സെയിൽ. മൈ കാർ ഫോർ സെയിൽ. നമുക്ക് പൈസ ഇടാം ഗൈസ്. സെയിൽ പ്രൈസ് എത്ര രൂപ കൊടുക്കും ഗൈസ്? നമ്മൾ നമുക്കൊരു 10,000 രൂപയ്ക്ക് ഇതിടാം. 1000 ആണ്. ഇച്ചിരിയും കൂടി ഇടാം ഗൈസ്. 10,000 രൂപ ഡൺ. ഓക്കെ ഗൈസ്, നമ്മൾ 10,000 രൂപയ്ക്ക് ഇതിട്ടു. അല്ല ഗൈസ്, 10,000 രൂപയ്ക്ക് ഇടാൻ പറ്റൂല. നമുക്ക് ഒരു 2,000 രൂപയ്ക്ക് ഇട്ടാലോ? 2,000 രൂപ ഡൺ. ഓക്കെ, അപ്പോൾ നമുക്ക് സെയിലൊക്കെ ഇടാൻ പറ്റുമായിരുന്നു. നമ്മൾ ചുമ്മാ എടുത്ത് കഴിഞ്ഞു. ഡൺ, ഗുഡ് സെയിൽ. ഓക്കെ ഗീസ്, പുട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 10,000 രൂപയ്ക്കാണ് ഞാൻ ആ വണ്ടി വെച്ചേക്കണേ. എന്താവും നോ ഐഡിയ. പ്ലെയർ ഗീസ്, ആൾക്കാരെ എൻ്റെ പൊന്നളിയാ, എൻ്റെ പൊന്നെ, ഈ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി ഇത്ര ആൾക്കാരോ? നമുക്ക് അതിൽ എത്ര ലിറ്റർ കൊടുക്കാം? ഇതിലോട്ടെ ഗീസ് നോക്കാം. അയ്യോ രാത്രിയായി ഗീസ്. ഓക്കെ ഗീസ്, 10,065 രൂപ ഏതാണ്ടായിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ റിപ്പയർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കിടക്കാനുള്ള ബെഡ്റൂമിലോട്ടേക്ക് പോകണം. അപ്പോൾ നമ്മൾ ബെഡ്റൂം ഏരിയയിലോട്ടേക്ക് പോകണം. ഇപ്പോൾ ഓഫീസ് പൂട്ടാനുള്ള സമയമായി. അത് ശരി, കള്ളന്മാരൊന്നും അടിച്ചോണ്ട് പോയാൽ മതി ഗൈസ്. ഓഫീസ് പൂട്ടിയിട്ടും കൂടി ഇല്ല. എന്തെങ്കിലോട്ടെ പൂട്ടാം. ഓക്കെ ഗൈസ്, ഇത് പാർട്ട് ഇട്ട് വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ നമ്മുടെ
വണ്ടികളിലൊക്കെ നമുക്ക് കൊണ്ടുവരാം, നോക്കാം മാക്സിമം. ഓക്കെ, നമുക്കിനി ബെഡ്റൂമിലോട്ടേക്ക് പോവാം. ട്രാവല്. ഓക്കെ ഗീസ്, നമ്മളങ്ങനെ നമ്മുടെ ബെഡ്റൂമിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഗീസ് ഇന്നത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും പന്ന വണ്ടിക്ക് തന്നെ, പന്ന വണ്ടി എന്നല്ല, ആവശ്യത്തിന് ലുക്കൊക്കെ ഉണ്ട് ഗീസ്. ആ 10,000 രൂപയുടെ വണ്ടി തന്നെ എനിക്ക് സിമ്പിളാണ്. ഫയർ സീലായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും കിടക്കാം. ഓക്കെ ഗീസ്, അങ്ങനെ നമ്മൾ കിടക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.